നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ തലമുറ അക്രമത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും വഴിമാറുകയാണ്. വിദ്യാർത്ഥികൾ മുതൽ യുവജന നേതാക്കൾ വരെയും കുറ്റകൃത്യ കേസുകളിൽ പ്രതികളാകുന്നു. വയനാട് വയോധികയെ കൊലപ്പെടുത്തിയത് ഒരു 17-കാരനാണ്. അതിനിടെയാണ് കാസർഗോഡ് നിന്ന് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത്. കാസർഗോഡ് SFI നേതാവിനെതിരെ ലൈംഗിക അതിക്രമ പരാതി. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന് SFI പ്രവർത്തകയായ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. കെ അനുരാഗിനെതിരെ പരാതി നൽകിയത് SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടി. CPM ജില്ലാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. അനുരാഗിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഒരു SFI നേതാവിനെതിരെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ അയക്കുന്നു, സന്ദേശം അയക്കുന്നുവെന്ന്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട്. ഇത് പാർട്ടി നേതൃത്വത്തിന് മാത്രമാണ് പരാതി നൽകിയത്, അതോ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അനുരാഗിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ പെൺകുട്ടി? ടോമേ, നിലവിൽ പാർട്ടിക്കാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അതായത് SFI ജില്ലാ സെക്രട്ടറി കെ അനുരാഗിനെതിരെയാണ് ഗുരുതരമായ ആരോപണം. അതും ഏരിയ കമ്മിറ്റി അംഗം തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നത് എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്തായാലും നിരന്തരമായി ഇത്തരത്തിൽ അശ്ലീല വീഡിയോയും അതുപോലെ തന്നെ സന്ദേശങ്ങളും നിരന്തരമായി അയക്കുന്നതെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് ഏരിയ കമ്മിറ്റിക്കാണ് ആദ്യം പരാതി നൽകുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ആദ്യം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകി. അവിടെ ഒരു യോഗം ചേർന്നു. പക്ഷേ അതിലൊരു തീരുമാനമായിരുന്നില്ല, ആയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി M രാജഗോപാലിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അടിയന്തരമായ യോഗം ചേർന്ന് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. എന്തായാലും അനുരാഗിനെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇത് പോലീസിലേക്ക് ഒരു പരാതിയായി ചെന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി വലിയ ക്ഷീണം നേരിടുന്ന ഒരു സമയമാണ്. കാസർഗോഡ് ജില്ലയിലൊക്കെ അവരുടെ കരുത്തൊട്ട സ്ഥലം തൃക്കരിപ്പൂറും അതുപോലെ തന്നെ ഉദുമ്യവും ഒക്കെ നഷ്ടപ്പെട്ട് വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു ലൈംഗിക ആരോപണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡന ആരോപണ പരാതി കൂടി പാർട്ടിക്ക് നേരെ വരികയാണെങ്കിൽ അത് തീർച്ചയായും വലിയ പ്രതിരോധത്തിൽ തന്നെ പാർട്ടിയാവും. അതുകൊണ്ട് തന്നെ ഈ പരാതി വളരെ ഗൗരവത്തിലെടുത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായ കെ അനുരാഗിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ 2 മാസം മുൻപ് ഇങ്ങനെ പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതി പോലീസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കണ്ടതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത് ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. എന്തായാലും നിരന്തരമായി പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ മൊബൈലിലൂടെ അശ്ലീല ദൃശ്യങ്ങളും അതുപോലെ സന്ദേശങ്ങളും അയക്കുന്നതെന്നാണ് പരാതി. അത് കഴിഞ്ഞ 2 മാസം മുൻപ് തന്നെ ഇത് പാർട്ടിയെ ഈ കാര്യം അറിയിച്ചു. ഏരിയ തലത്തിൽ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിക്ക് പരാതി അയച്ചു. പക്ഷേ നടപടി ഉണ്ടായില്ല. അങ്ങനെ ജില്ലാ സെക്രട്ടറിക്ക് തന്നെ പരാതി നൽകുന്ന സാഹചര്യമായി ഉണ്ടായി. നമുക്കറിയാം, നേരത്തെയും CPM-നെതിരെ പാർട്ടിക്കെതിരെ DYFI-ലും ഒക്കെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ പരാതി നിരവധി നേരത്തെ ഉണ്ടായിരുന്നു. വലിയ വിവാദങ്ങളും കോലാഹലങ്ങളുമായതാണ്. അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് ഇത് നീങ്ങാതെ വളരെ പെട്ടെന്ന് തന്നെ അനുരാഗിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് ഈ പരാതിയിൽ ഒരു പരിഹാരം, ഈ പെൺകുട്ടിക്ക് ഒരു നീതി നൽകുക എന്നാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടി ഈ അനുരാഗിനെതിരെ വേണമെന്നാണ് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക അതിക്രമ ശ്രമം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് CPM-ന്റെ ഉന്നത നേതാക്കൾക്കെതിരെ പോലും, P ശശിയെ പോലുള്ള നേതാക്കൾക്കെതിരെ പോലും ലൈംഗിക അതിക്രമ പരാതി ഉയർന്നിട്ടുണ്ട്. PK ശശിയെ പോലുള്ള നേതാക്കൾക്കെതിരെ ഏറ്റവും ഒടുവിലായി DYFI തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി വൈശാഖിനെതിരെ പരാതി ഉയർന്നിരുന്നു. അതൊക്കെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്നു, പാർട്ടി കോടതി തീർപ്പ് കൽപ്പിക്കുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് ആദ്യഘട്ടത്തിൽ ഒരു പരാതി വരുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം ഇടപെട്ട് അവരെ താൽക്കാലികമായി മാറ്റി നിർത്തും. പിന്നെ വീണ്ടും ഈ നേതാക്കളെല്ലാം, അതായത് ഇതുപോലെ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ എല്ലാ കേസുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവരെല്ലാം പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ DYFI നേതാവ് വൈശാഖിന് സംഭവിച്ചു അതാണ്. അതായത് ആദ്യം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ആരോപണം ഉയർന്ന ശേഷം പിന്നീട് തിരികെ വരുന്നു, പിന്നീട് അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നു. ഇവിടെയും ഇതൊക്കെ തന്നെയായിരിക്കുമോ സംഭവിക്കുക? അതായത്
ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഒരു ലൈംഗിക അതിക്രമ ശ്രമമുണ്ട് ഇവിടെ. ഇയാൾക്കെതിരെ, അനുരാഗിനെതിരെ കർശനമായ നടപടി വേണ്ടതാണ്. മാത്രമല്ല, ഇത്തരമൊരു പരാതി പാർട്ടി നേതൃത്വത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുകയല്ലല്ലോ വേണ്ടത്. നിയമ നടപടി വേണ്ടേ? പോലീസിൽ ഇക്കാര്യം അറിയിക്കണ്ടേ? അത്തരമൊരു നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ ബൈജു? ടോമേ, സാധാരണ ഇത്തരം പരാതി വന്നാൽ അത് പോലീസിലേക്ക് പോവുകയല്ല, പാർട്ടി കോടതി തന്നെ ഇതിലൊരു തീരുമാനം എടുക്കുന്നതാണ് നമ്മൾ പലപ്പോഴും. അത് PK ശശിയുടെ ആയാലും P ശശിയുടെ ആയാലും നമ്മളത് കണ്ടതാണ്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇവരെ തിരിച്ചെടുക്കുന്നു, വലിയ സ്ഥാനത്തേക്ക് ഇവർ എത്തുന്നു. അതൊക്കെ നമ്മൾ പലതരത്തിലും പല സംഭവത്തിലും കണ്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇതിപ്പോൾ SFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ഗുരുതരമായ ഒരു പരാതി വന്നിരിക്കുന്നത്. അതും ഏരിയ തലത്തിലുള്ള ഏരിയ കമ്മിറ്റി അംഗമായ വനിതയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വന്നത്. അത് ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകുന്നു. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലൊരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന രീതിയിലൊരു തീരുമാനമെടുക്കാനോ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല. അങ്ങനെ അത് ജില്ലാ കമ്മിറ്റിക്ക്, അതായത് ജില്ലാ സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് അയക്കുന്ന പരാതി നൽകുന്ന ഒരു സാഹചര്യം വേണ്ടത്. പെൺകുട്ടി പ്രധാനമായും ആവശ്യപ്പെടുന്നത് SFI എന്ന് പറയുമ്പോൾ കരുത്തുറ്റൊരു പ്രസ്ഥാനമാണ്, വനിതകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇത്തരത്തിൽ ഈ അശ്ലീല സന്ദേശങ്ങളും അശ്ലീല ദൃശ്യങ്ങളും ഒക്കെ അയക്കുന്ന ഒരാൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് ശരിയല്ല. ആദ്യം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നിലവിൽ പോലീസിലേക്ക് പരാതി പോയിട്ടില്ല. പക്ഷേ ഇവിടെ പാർട്ടി ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് പോലീസിലേക്ക് പോകാൻ തന്നെയാണ് പെൺകുട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി ഇതിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ ആലോചന നടത്തുന്നത്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് യോഗം ചേരും. ഈ അനുരാഗിനെതിരെ, അതായത് ഇപ്പോൾ പാർട്ടി ഈ SFI ആദ്യം സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് ഒരു പക്ഷേ ഉണ്ടാവുക. അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നു കടക്കാൻ എന്ന് വേണം പറയാൻ. പലപ്പോഴും ഇത്തരം കേസുകളിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്നത് വളരെ കുറവാണ്. പ്രധാനമായും പരാതിക്കാരി ഇത്തരത്തിൽ പരാതി നൽകുകയും പിന്നീട് അത് വളരെ ദിവസങ്ങളോളം നീണ്ടുപോവുകയും അതിന്മേൽ ചർച്ചകൾ നടന്ന് ഒടുവിൽ ഈ പരാതി ഒന്നുമല്ലാതാവുന്ന സാഹചര്യമാണ് പല കേസുകളിലും കണ്ടത്. അങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് മാറരുത്. ഇതിൽ കൃത്യമായ നടപടി വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഈ സ്ഥാനത്ത് നിന്നും ആദ്യം അനുരാഗിനെ മാറ്റണം. അതാണ് ഏറ്റവും. ഇവിടെ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി വന്നപ്പോൾ അവിടെ സമരരംഗത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് SFIയും DYFIയുമാണ്. അതിനുശേഷം ഇപ്പോൾ പാലക്കാട്ടെ നഗരസഭാ കൗൺസിലർ, കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രശോഭനെതിരെ ലൈംഗിക അതിക്രമ പരാതി നിലനിൽക്കുന്നുണ്ട്. അയാൾക്കെതിരെയും പ്രതിഷേധം നടത്തുന്നത് ഈ DYFI ആണ്. പക്ഷേ അങ്ങനെ ഒരു വശത്ത് ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും മറുവശത്ത് ഇരയ്ക്ക് സംരക്ഷണം നൽകാത്തൊരു സംവിധാനമായി SFI പോലുള്ള അല്ലെങ്കിൽ DYFI പോലുള്ള സംഘടനകൾ മാറുന്നത്, എങ്ങനെ ഈ സംഘടനകളിലേക്ക്, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് കടന്നു വരാൻ കഴിയും? അവിടെ പോലും അവരുടെ ആ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വമില്ല എന്നൊരു അവസ്ഥ പോലും ഈ പെൺകുട്ടികൾ നേരിടുന്നുണ്ടല്ലോ. ഇത് SFI നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. മാത്രമല്ല പാർട്ടി നേതൃത്വം ഇടപെടേണ്ടതാണ്. മാത്രമല്ല ഇവർക്കെതിരെ ഈ രീതിയിൽ പാർട്ടി തലത്തിൽ മാത്രം നടപടി പോരല്ലോ, ഒരു നിയമ നടപടിയും ആവശ്യമല്ലേ ബൈജു? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നമ്മൾ കണ്ടതാണ് വലിയ തോതിലുള്ള പ്രതിഷേധം. അത് SFIയുടെ ഭാഗത്തുനിന്നും DYFIയുടെ ഭാഗത്തുനിന്നും CPIയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉള്ളത്. അത് സമാനമായ ഒരു അത്രത്തോളം ഗൗരവം അല്ലെങ്കിലും ഒരു പെൺകുട്ടിയെ നിരന്തരമായി മൊബൈലിലൂടെ ദൃശ്യങ്ങൾ അയക്കുക, അശ്ലീല ദൃശ്യങ്ങൾ അയക്കുക, സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരാതി അത്രയും സഹികെട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പരാതിക്ക് തയ്യാറായത്. ഒരു പക്ഷേ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നതിനപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള ഈ SFI ജില്ലാ സെക്രട്ടറി ഭാഗത്തും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. സാധാരണ ഇത്തരം പാർട്ടി കോടതികളിലാണ് ഇത്തരം പരാതികൾ പോവുക. അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്കൊക്കെ വരാറുള്ളത്. അങ്ങനെ നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇത് വാർത്തയായി പുറത്തു വരുന്നതെന്നും ഓർക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് SFI. തെരുവിൽ തല്ലുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ അതിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരു ആരോപണത്തിൽ
ഇപ്പോൾ ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കേണ്ട പ്രസ്ഥാനം, പക്ഷേ അയാളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക്, അതായത് എം രാജഗോപാലിന്റെ ജില്ലാ സെക്രട്ടറിക്ക് തന്നെ ഇങ്ങനെ ഒരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഈ ഒരു പരാതിയിൽ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ഒരു നടപടി സ്വീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ പ്രതിരോധത്തിലാവും. കാരണം ഇത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പരാതി പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ UDF ഭരണം കൂടിയാണ്, അത് വലിയ തോതിൽ പാർട്ടിയെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിലും പാർട്ടി ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു പെൺകുട്ടിക്ക് നേരെയും അത് ഒരു സ്പർശമായാലും ഇത്തരത്തിലുള്ള സംഭവമായാലും അത് ഉണ്ടാകരുത്. അത് പ്രധാനമായും SFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ, കാരണം സ്ത്രീകളുടെയും മറ്റു കുട്ടികളുടെയും സംരക്ഷണത്തിന് മുന്നിൽ ചുവയുള്ള സന്ദേശമാണെങ്കിലും പരാമർശങ്ങളാണെങ്കിലും അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്, ലൈംഗിക അതിക്രമ ശ്രമമാണ്. പാർട്ടി തലത്തിൽ മാത്രം നടപടി പോരാ, നിയമപരമായിട്ടുള്ള നടപടിയും സ്വീകരിക്കണം. എന്തായാലും ആ പെൺകുട്ടി അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് പിന്തുണ നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. വയനാട് വൈപ്പടിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ്. വൈപ്പടി സ്വദേശിനി 85-കാരി ഫാത്തിമയെ കൊലപ്പെടുത്തിയത് ഒരു 17-കാരനാണ്. പണം ചോദിച്ചിട്ട് നൽകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് കൊല നടത്തിയത്. ഇക്കഴിഞ്ഞ മെയ് 24-നായിരുന്നു സംഭവം. ഫാത്തിമയെ ക്രൂരമായി മർദ്ദിച്ച് വീടിന്റെ കിടപ്പുമുറിയിൽ വെച്ച് കഴുത്തിൽ വള്ളി ചുറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. 17-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറി. കൊലപാതകം നടന്ന് 22 ദിവസത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ജയരാജ് ബത്തേരി ചേരുന്ന വിവരങ്ങളുമായി. ജയരാജ്, ഈ ഫാത്തിമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസിന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ 17-കാരനിലേക്ക് അന്വേഷണം എത്തിയത്? ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? ടോം, നമുക്കറിയാം, കഴിഞ്ഞ മെയ് 24-നാണ് വയനാട്ടിലെ കോട്ടത്തറ വൈപ്പടി സ്വദേശിനി 85 വയസ്സുകാരിയായ ഫാത്തിമ കൊല്ലപ്പെട്ടത്. ഈ ഫാത്തിമ കൊല്ലപ്പെട്ടതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നെങ്കിലും പ്രതിയെ പിടിക്കാനായിരുന്നില്ല. ഏതാണ്ട് 22 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. ഒരു 17 വയസ്സുകാരനാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് കഴിഞ്ഞ 10-22 ദിവസമായി നടത്തുകയാണ്. പക്ഷേ ഈ യുവാവിനെ ചൂണ്ടിക്കൊണ്ട് തന്നെയായിരുന്നു ഈ പോലീസിന്റെ ഒരു അന്വേഷണം നടന്നത്. അതിന്റെ കാരണം ഈ 17 വയസ്സുകാരൻ ഇദ്ദേഹം ഇതിനു മുമ്പ് സമാനമായ ചില ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം തൊട്ടടുത്തുള്ള ഒരു വയോധികയെ ആക്രമിച്ച് കവർച്ച നടത്താൻ ഉള്ള ഒരു ശ്രമം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം കവർച്ച നടത്തുന്ന ഒരു 17-കാരനാണ്. ഇതിനു മുമ്പ് ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാലും സംശയത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഈ കുട്ടിയെ ആണ് ഇതിലെ പ്രതി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലാണ് ഉള്ളത് ഇപ്പോൾ ഈ 17-കാരൻ. ടോം, തീർച്ചയായും ജയരാജ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും സമാനമായൊരു കുറ്റകൃത്യത്തിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനയുണ്ട്. അതായത് ഈ കവർച്ച, പിടിച്ചുപറി, ഇതുപോലെ അക്രമങ്ങൾ, ഇങ്ങനെയുള്ള കേസുകളിലായിരുന്നോ ഈ 17-കാരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത്? ഇയാളുടെ ഈ പശ്ചാത്തലം, ഈ ക്രിമിനൽ പശ്ചാത്തലമാണോ പോലീസിന് ഈ പ്രതിയെ, ഈ 17-കാരനെ പോലീസ് സംശയിക്കാനുള്ള കാരണമായത്? തീർച്ചയായും ഇതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു വയോധികയെ ഇതുപോലെ തന്നെ ഈ 17-കാരൻ ആക്രമിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. അത് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതാണ്ട് ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ആ ഭാഗങ്ങളിലുള്ള കവർച്ചയ്ക്കെല്ലാം ഇദ്ദേഹം അല്ലെങ്കിൽ ഈ കുട്ടി മുൻപന്തിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 17 വയസ്സുകാരനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു പോലീസിന്റെ അന്വേഷണം. എന്നാലും അതുപോലെ തന്നെ അന്ന് ഡോഗ് സ്ക്വാഡ് വന്നപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ഡോഗ് സ്ക്വാഡ് പോയെങ്കിലും അന്വേഷണം വേറെ രീതിയിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ പോലീസിന്റെ ഒരു കണ്ണിൽ ഈ ഒരു 17-കാരൻ തന്നെയായിരുന്നു. നാട്ടുകാരും പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു, ഈ ആളാണ് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഒടുവിൽ ഇപ്പോൾ കേസ് തെളിഞ്ഞിരിക്കുന്നത് ഈ 17-കാരൻ തന്നെയാണ് എന്നുള്ളതാണ്. വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. 85-കാരി ഫാത്തിമയെ കൊലപ്പെടുത്തിയ കേസിലാണ് 17-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 22 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് പോലീസ് അന്വേഷണം എത്താൻ കഴിഞ്ഞത്. കാരണം ചില പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു 17 വയസ്സുള്ള കുട്ടിയാണ്, ഒരു 17-കാരനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും പോലീസിനെ ഇയാളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചില തെളിവുകൾ ആവശ്യമുണ്ടായിരുന്നു.
അങ്ങനെയാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഒടുവിൽ ഈ 17-കാരൻ തന്നെയാണ് കൊലയാളിയെന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. സമാനമായ കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇതുപോലെ തന്നെ ഒരു കവർച്ചയ്ക്കിടെ മറ്റൊരാളെ കൊലപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെന്നും ആണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശി വിഷ്ണു പ്രസാദിനെയാണ് പോലീസ് പിടികൂടിയത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ വെച്ചാണ് യുവതി പീഡനത്തിനിരയായത്. സുഹൃത്തായ പെൺകുട്ടിയുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജന നഗരത്തിലേക്ക് വിളിച്ചു വരുത്തി ഇയാൾ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വിവരങ്ങളുമായി KB ബൈജു കാസർഗോഡ് ചേരുന്നുണ്ട്. ബൈജു, ഇത് എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? ഈ 19-കാരിയെ സൗഹൃദം നടിച്ച് പ്രതി വിഷ്ണു വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണുള്ള കേസ്. ഈ സംഭവത്തിൽ ഇയാൾ മാത്രമാണോ പ്രതിപട്ടികയിലുള്ളത്? ടോമെ, കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് സമയത്തുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ശനിയാഴ്ച ആണ് ഈ സംഭവം ഉണ്ടായത്. 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി. അതായത് ഈ പരാതിയിലെ പ്രധാനമായും പറയുന്നത് ഈ ഇരയായ പെൺകുട്ടിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ലോഡ്ജ് മുറിയിലുണ്ടെന്നും വലിയ മാനസിക വിഷമത്തിലാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പെൺകുട്ടിയുടെ സഹോദരനോടും ഈ കാര്യം പറയുന്നു. പെൺകുട്ടിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ലോഡ്ജ് മുറിയിൽ വളരെ മാനസിക വിഷമത്തിലുണ്ട്, അവിടെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പെൺകുട്ടി അവിടെ എത്തുന്നത്. അവിടെ നിന്നും ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ പെൺകുട്ടി ബഹളം വെച്ചതോടുകൂടി പിന്നീട് കെട്ടിയിട്ട് കൈയും കാലുകളും ഒക്കെ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയായിരുന്നു. വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ കേസിലെ പ്രതിയായ വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർ ഇത് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ പ്രധാന പ്രതി വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ ലോഡ്ജ് മുറിയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിക്കുക എന്ന നമ്മൾ കേട്ടേൽവിയില്ലാത്ത വളരെ തിരക്ക് പിടിച്ച, പ്രത്യേകിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജ് മുറിയിലേക്കാണ് ഇങ്ങനെ കൊണ്ടുപോയത്. അതായത് തെറ്റിദ്ധരിപ്പിച്ച് വിഷ്ണു പ്രസാദ് കൊണ്ടുപോവുകയായിരുന്നു. ഇവരുടെ സുഹൃത്താണ് വിഷ്ണു പ്രസാദ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ലോഡ്ജ് മുറിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ബലമായി കൈകാലുകൾ കെട്ടിയിട്ടതിന് ശേഷം ഈ ഷാള് കൊണ്ട് കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ തന്നെ കാസർഗോഡ് ടൗൺ പോലീസ് ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ഈ സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അതല്ല ഇത്തരത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടിക്ക് നേരെ വിഷ്ണു പ്രസാദ് അതിക്രമം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് വിഷ്ണു പ്രസാദ് അറസ്റ്റിലായത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷന് ഇത്ര സമീപത്ത് വെളിപ്പുറത്താണ് ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതോടൊപ്പം KSRTC ബസ് സ്റ്റാൻഡ് നമുക്കറിയാം വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്. കാസർഗോട്ടെ നഗരത്തിന്റെ മധ്യത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു ലോഡ്ജിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അവസാനം രക്ഷപ്പെട്ട യുവതി അവിടെ നിന്നും ഓടി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അങ്ങനെ പരാതി നൽകിയായിരുന്നു. ഏതായാലും ഇതിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് എന്തൊക്കെ തരത്തിലുള്ള പീഡനം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഏതെങ്കിലും പരാതിയോ കേസോ ഉണ്ടായിട്ടുണ്ടോ ബൈജു?
അക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. നേരത്തെ ഏതെങ്കിലും കേസ് ഇയാൾക്കെതിരെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിൽ സഹോദരനോട് പറയുന്നു, ഈ പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്ത് ലോഡ്ജ് മുറിയിൽ മാനസിക വിഷമം, വലിയ വിഷമത്തിൽ ഉണ്ട്, അതുകൊണ്ട് ഈ പെൺകുട്ടിയെ അങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയുന്നു. അങ്ങനെ സഹോദരന് കൂടി സമ്മതത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ ആ ലോഡ്ജിലേക്ക് മുറിയിലേക്ക് കൊണ്ടുവന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് അവിടെ എത്തിയതിനു ശേഷം കയറി പിടിക്കാൻ ശ്രമിച്ചു. അത് എതിർത്തപ്പോൾ കയ്യും കാലും കെട്ടിയിട്ടതിനു ശേഷം അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ആ പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾക്കെതിരെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇത്തരത്തിൽ ഏതെങ്കിലും കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളെ ഈ മൊഴി തെളിവെടുപ്പിനും മറ്റും ഈ ലോഡ്ജ് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഇനി ഉണ്ടാകും. മാത്രം ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. 19-കാരിയെ കെട്ടിയിട്ട് ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. കോട്ടയം വാടൂരിൽ യുവാക്കളുടെ പരസ്യമായ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഘർഷം. നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച 4 യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വാഴൂർ മൈലാടുംപാറ പാറാൻതോട്ടിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. സംഘത്തിൽ ഒരാളുടെ ബന്ധുവീട്ടിലെത്തിയ യുവാക്കൾ വഴിയരികിലിരുന്ന് ലഹരി ഉപയോഗിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതോടെ നാട്ടുകാർക്കെതിരെ യുവാക്കൾ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നടത്തി. കല്ലേറിൽ സമീപത്തെ വീടുകളുടെ ജനൽച്ചിലുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് യുവാക്കളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്റെ എനിക്ക് പേടിയുണ്ട്. അവൻ ഒരുപാട് കൊലിക്കുകയൊക്കെ ചെയ്തു. വാഴൂർ പാറാന്തോട് സ്വദേശികളായ ജൂബിൻ, ജിബിൻ, അമൽ, കിഷോർ എന്നിവരെയാണ് പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇത് ഞായറാഴ്ച നടന്ന സംഭവമാണ്. ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. പ്രതികൾ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നോ? ഇത് ഈ നാട്ടുകാരുമായിട്ടുള്ള ചെറിയ വാക്ക് തർക്കം, അതല്ലെങ്കിൽ നാട്ടുകാർ ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തത് മാത്രമാണോ ഈ വലിയ സംഘർഷമായി മാറിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഈ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ച ഏതാണ്ട് വൈകുന്നേരം 5 മണിയോട് തുടങ്ങിയ സംഭവമാണ്. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ടു നിന്ന വലിയ അക്രമ പരമ്പരകളാണ് ആ നാട്ടിലുണ്ടായത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. അതായത് ആദ്യം ചെറിയ തോതിലാണ് നാട്ടുകാർ ഇതിനെ ചോദ്യം ചെയ്തത്. ഇവർ 2-3 ദിവസമായി ഇവരുടെ ഈ സുഹൃത്തുക്കളുടെ ഒരാളുടെ അമ്മ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ വലിയ മദ്യപാനം മാത്രമല്ല, വലിയ മറ്റ് ലഹരി, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഉപയോഗവും വലിയ രീതിയിൽ ചെയ്തിരുന്നു. ഈ പുറത്ത് പലതവണ ഇവർ പോയ സമയത്തൊക്കെ പല നാട്ടുകാരുമായി തട്ടിക്കയറുന്നു. കടയിൽ പോയ സമയത്ത് കടയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ തുടർച്ചയായി ഇവർ ആ 2-3 ദിവസങ്ങളിൽ അക്രമം നടത്തി എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഞായറാഴ്ച വൈകുന്നേരത്തോട് കൂടി ഇത് കൂടുതൽ അക്രമാസക്തമാകുന്നു. വീടിന് നേരെ കല്ലേറുണ്ടാകുന്നു. വഴിയിൽ പോകുന്നവരോടൊക്കെ തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം ഈ ലഹരി ഉപയോഗമാണ്. അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ ആളുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇവർ വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ്, പറയാൻ പറ്റാത്തത്ര അത്രയും തെറി വിളിച്ചുകൊണ്ടാണ് ഇവരെ നാട്ടിലെ സാധാരണക്കാരായ കുടുംബങ്ങളിലേക്ക് ഇവർ ഒരു കടന്നാക്രമണം തന്നെ നടത്തിയത്. എന്തായാലും ഈ സംഭവം ഉണ്ടായതോടെ ഏതാണ്ട് 2 മണിക്കൂറോളം നാട്ടുകാർ ക്ഷമിച്ചു നിൽക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇടയ്ക്ക് അവിടെ നിന്ന പലരോടും ഇവർ തട്ടിക്കയറുന്നു, പല വീടുകളിലേക്കും കല്ലെറിയുന്നു. ഇതൊക്കെ ഉണ്ടായ ശേഷവും പരമാവധി പോലീസിനെ വിളിച്ച ശേഷം പോലീസ് നടപടി ഉണ്ടാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് എത്തുന്നത് പിന്നെ വൈകിയതോടെ സമാനമായ രീതിയിൽ കൂടുതൽ അക്രമങ്ങളിലേക്ക് ഇവർ കടക്കുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് ഏതാണ്ട് 2.5 മണിക്കൂർ വൈകിയാണ് എത്തുന്നത്.
പോലീസിന് മറ്റ് സമാനമായ ചില അടിപിടി കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ആള് കുറവും കൂടി ഉള്ളതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇടപെടാൻ ഏതാണ്ട് 2.5 മണിക്കൂർ വൈകി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, രാത്രിയും പകലും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് എത്തുന്നതോടുകൂടി നമുക്കറിയാം ഈ വാഴൂർ ഉൾപ്പെടുന്ന പ്രദേശം വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു താവളമായി മാറുന്നുണ്ട്. പലയിടങ്ങളിലും വാഴൂരിലെ പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ പോലീസ് ഈ 2.5 മണിക്കൂർ കഴിഞ്ഞ് എത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയില്ല. അതോടൊപ്പം ഈ നാട്ടുകാരുടെ ആ ഒരു ഇടപെടലിനെ പ്രത്യേകം തന്നെ അഭിനന്ദിക്കണം. കാരണം ഇത്തരം ലഹരി സംഘങ്ങൾ അക്രമം അഴിച്ചുവിടുമ്പോൾ പലരും ഭയം കാരണം മുന്നോട്ട് വരാറില്ല, ഇത്തരം പ്രതിരോധം തീർക്കാറില്ല. പക്ഷേ കൃത്യമായി നാട്ടുകാർ സംഘടിക്കുന്നുണ്ട്, പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തന്നെ ഇടപെട്ട് ഇവരെ കീഴ്പ്പെടുത്തുന്നു, പിന്നീട് പോലീസിന് കൈമാറുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി എന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ടോ ശ്രീജിത്തെ? തീർച്ചയായും ടോമി, ഓപ്പറേഷൻ തൂഫാൻ സ്വാഭാവികമായിട്ട് പോലീസാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നാട്ടുകാർ ചെയ്യേണ്ടി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരിൽ പലരും പേടിച്ചാണ് ഇടപെടാതിരുന്നത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവരൊക്കെ ലഹരി സംഘങ്ങളാണ്. ഈ ലഹരി സംഘങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ കരുതിക്കൂട്ടിയൊക്കെ ആക്രമിക്കുക, വീടുകൾക്കെതിരെ അക്രമം നടത്തുക, ഇതൊക്കെ യാതൊരു ബോധവുമില്ലാതെ ചെയ്യുന്നതാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം ഭയം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക്. പോലീസിന്റെ കാര്യത്തിൽ നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് വേറെ ഏതോ കേസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു, സമാനമായ അടിപിടി സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് വൈകിയാണ് എത്തുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം രാത്രിയുള്ള ദൃശ്യങ്ങളിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ സമയത്തേക്ക് ഏതാണ്ട് ഒരു 7 മണി കഴിഞ്ഞതോടുകൂടി കൂടുതൽ നാട്ടുകാർ സംഘടിച്ചെത്തുകയും ഇവരുടെ അക്രമങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാട്ടുകാരെ ഇവർ കാര്യമായി മർദ്ദിക്കുന്നുണ്ട്. നാട്ടുകാർക്കും നിരവധി പേർക്ക് പരിക്ക് ഏൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അക്രമകാരികൾ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ അയാളെയും അതിക്രമിച്ചുകൊണ്ടാണ് ഇവർ കയറുന്നത്. ഇടയ്ക്ക് മുണ്ടെല്ലാം പോകുന്നു, ഷർട്ടൊക്കെ വലിച്ച് സ്വയം തന്നെ ഊരി എറിഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തുന്നു. അത്രത്തോളം ഭീകരത നിറഞ്ഞ ദൃശ്യങ്ങളാണ്. നാട്ടുകാരെ ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ആരാണ് ചോദിക്കാൻ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നാട്ടുകാരിലേക്ക് ആക്രോശിച്ചുകൊണ്ട് എത്തുന്നു. ഇടയ്ക്ക് പ്രായമായ മനുഷ്യരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ആക്രമിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും ഒടുവിലാണ് സഹികെട്ട് വന്നതോടെയാണ് കൂടുതൽ നാട്ടുകാരെത്തുകയും ഇവരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. കയറൊക്കെ കൊണ്ട് പിടിച്ച് കെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം 2-3 പേര് ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ പോലും ഇവരെ പിടിക്കാൻ കഴിയാത്ത നിലയാണുള്ളതെന്നാണ് ഈ നാട്ടുകാർ പലരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒടുവിൽ പിടിച്ചു കെട്ടിയ ശേഷമാണ് എന്തായാലും പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയ ശേഷം പിന്നീട് ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ നാട്ടുകാരിൽ നിന്നൊക്കെ മൊഴിയെടുത്തുകൊണ്ട് അവർക്ക് പറ്റിയ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ സ്ത്രീകൾക്കടക്കം അവർക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരാക്രമം കാണിക്കുന്ന യുവാക്കളുടെ ഒരു അവസ്ഥ. ഈ MDMA പോലെയുള്ള രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഊർജമാണ്. പിന്നെ എത്ര പേർ പോലും പിടിച്ചാൽ പോലും കിട്ടാത്ത രീതിയിലേക്ക് ഇവരുടെ മനോനില മാറുന്നുണ്ട്. വലിയ പരാക്രമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ തൂഫാനുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നാട്ടുകാർ പോലും ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാളെ ഇവരെ പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാർക്കെതിരെയും കേസെടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും. കാരണം നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്കെതിരെയും കേസെടുക്കുന്ന ഒരു പ്രവണത പോലും പോലീസിന്റെ ഭാഗത്തുണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും കൃത്യമായ ഇടപെടലുകളാണ്. കാരണം പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് നാട്ടുകാർ സംഘടിച്ചത്, ഇവരെ കീഴ്പ്പെടുത്തിയത്, പോലീസിനെ കൈമാറിയത്. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ പോലീസിന് കൃത്യമായും ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലുള്ള ലഹരി സംഘങ്ങളെ ഈ വാഴൂർ പോലുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായി അമർച്ച ചെയ്യാൻ കഴിയാത്തത്?
പലയിടത്തും പോലീസിന്റെ അംഗബലം വളരെ പ്രധാനപ്പെട്ടതാണ് ടോം. നമുക്കറിയാം ഞായറാഴ്ച പോലുള്ള ദിവസങ്ങളിൽ അടക്കം പോലീസ് സ്റ്റേഷനുകളിൽ ജോലിക്കുണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. നമുക്കറിയാം പലയിടത്തും ആദ്യ ഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായെന്ന് കേട്ടാൽ വളരെ ചെറിയ സംഘം പോലീസുകാരെ മാത്രമേ വിടാൻ സാധിക്കുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പോലീസുകാർക്ക് തന്നെ മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു പരിമിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഈ 2.5 മണിക്കൂറൊക്കെ വൈകി എത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ, സാധാരണക്കാർ പോലീസിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണകൂടത്തെയൊക്കെ വിശ്വസിച്ച് ഈ ലഹരി മാഫിയക്കെതിരെ പ്രതികരിക്കുക എന്ന ഒരു സംശയം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ ഏതായാലും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്. നിലവിൽ പോലീസ് ഇവർക്കെതിരെ ഒന്നും കേസെടുത്തിട്ടില്ല. ടോം നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികത അല്ലെങ്കിൽ നിയമവശമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മർദ്ദനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാവുന്നുണ്ട്. പക്ഷെ ഇത് ഇവരുടെ നാട്ടിൽ ഇവരുടെയൊക്കെ വീടുകളിൽ നടത്തിയ അക്രമമാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ അക്രമത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോ പോലീസ് എത്തിയാലും ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടല്ലാതെ പിടിച്ചു മാറ്റാൻ കഴിയാത്തൊരു നിലയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോ ഈ പോലീസിനെതിരെ ആയാലും ഉണ്ടാകും, ഇനിയിപ്പോ ഏതെങ്കിലും കോടതി മജിസ്ട്രേറ്റ് ആണ് റോഡിൽ കൂടെ നടക്കുന്നതെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകും. ആർക്കെതിരെയും ഉണ്ടാകാവുന്ന ഒരു അരാജകത്വ നിലയിലേക്ക് ഈ ലഹരി മാഫിയ പലയിടത്തും എന്താ പറയുക അഴിഞ്ഞാടുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നാട്ടുകാർ ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഒരു പരിധിവരെ അവരെ സംബന്ധിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്കറിയാം എത്ര മണിക്കൂർ അവർ കാത്തു നിന്നു എന്നുള്ളതാണ്. കാരണം ആദ്യ ദൃശ്യങ്ങളിൽ കാണാം, വെളിച്ചമുള്ള സമയത്താണ് ആദ്യ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് രാത്രിയാണ് ഈ ബാക്കി സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു 2-2.5 മണിക്കൂറോളം ഈ സംഭവങ്ങൾ നീണ്ടു നിന്നു എന്നുള്ളത് ഫലത്തിൽ ഞെട്ടിക്കുന്നതാണ്. ആ ഘട്ടത്തിൽ അതുവരെയും പോലീസിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പരിധിവരെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം കേവലം ആ പോലീസ് സ്റ്റേഷൻ ഒരു വീഴ്ച മാത്രമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു ഇടപെടൽ ചിലപ്പോൾ ഒരുപക്ഷെ സമീപ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നോ ഒക്കെ സംഘടിച്ചുണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ പോലീസായി മാറേണ്ട ഗതികേടിൽ അവർ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോട്ടയം വാഴൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകൾ എന്തായാലും ആവശ്യമാണ്. ഇവിടെ നാട്ടുകാർക്ക് ഈ ഒരുപക്ഷെ നിയമം കയ്യിലെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2.5 മണിക്കൂറോളം അവർ പോലീസ് വരുന്നത് നോക്കി നിന്നു. പക്ഷേ അവിടെ ആ സമയത്ത് പല വീടുകളിലും കയറി ഇവർ അക്രമങ്ങൾ നടത്തുന്നു, വീടുകൾ തല്ലി തകർക്കുന്നു, ജനൽ ചില്ലുകൾ തകർക്കുന്നു, സ്ത്രീകൾക്ക് നേരെ പോലും ആക്രമണം നടത്തുന്നു. ഏറ്റവും ഒടുവിലാണ് നാട്ടുകാർ സഹികെട്ട് ഈ 4 ചെറുപ്പക്കാരെ ഇവരെ കൈകാര്യം ചെയ്യുന്നത്, ഇവരെ പിടിച്ചു കെട്ടുന്നത്, പിന്നീട് പോലീസിനെ കൈമാറുന്നത്. ഓൺലൈൻ പാപ്പനാസി രീതികൾക്കെതിരെ കടുത്ത നിയമ നടപടിക്കൊരുങ്ങി പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഇതിനോടൊപ്പം അനുയോജ്യമായ ഫോർമൽ ട്രൗസറുകളും ഷൂസുകളും ധരിക്കണം. അതോടൊപ്പം സൈന്യത്തിന്റെ ശൈത്യകാല വസ്ത്രങ്ങളിലും തന്റെ പൊതു സ്വകാര്യ ജീവിതത്തിലെ ദൃശ്യങ്ങൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ പാപ്പനാസി രീതികൾക്കെതിരെ കടുത്ത നിയമ നടപടി എന്ന മുന്നറിയിപ്പുമായി പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. ഔദ്യോഗിക പൊതുപരിപാടികളിൽ മാധ്യമങ്ങളെന്ന വ്യാജേന സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും ക്യാമറയിൽ പകർത്തി തെറ്റിദ്ധാരണാജനകമായ ക്യാപ്ഷനുകളോടെ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതയുടെ ലംഘനമാണ്. മൊബൈൽ ഫോണുകളുമായി നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ വ്യക്തമായ സ്റ്റോക്കിംഗ് ആയി കണക്കാക്കി വരും ദിവസങ്ങളിൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ഫാത്തിമ തെഹ്ലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഒരു ക്യാമറയും മൈക്കും ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്ന രീതിയിലേക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അധപ്പതിക്കുന്നുണ്ട്. നമുക്കറിയാം സലീംകുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ കണ്ട കാഴ്ചകൾ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പലപ്പോഴും ഈ അശ്ലീല ചുവയുള്ള ക്യാപ്ഷനുകൾ ഇടുന്നു, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയുള്ള ചോദ്യങ്ങൾ, അതിലൂടെ കിട്ടുന്ന മറുപടികൾ. അത് സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമാ താരങ്ങളുടെ പിന്നാലെയായിരുന്നു ഇത്രയും നാൾ, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെയും ഓൺലൈൻ മാധ്യമങ്ങളിൽ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ചും യുവ നേതാക്കൾ, ഫാത്തിമ തെഹ്ലിയെ പോലെ, ചാണ്ടി ഉമ്മനെ പോലുള്ള
നേതാക്കളുടെ പിന്നാലെ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ സൈക്കിൾ ചവിട്ടുന്നത്, അവർ നടക്കുന്നത്, അവരുടെ ഉദ്ഘാടനങ്ങളൊക്കെ ഈ രീതിയിൽ ആഘോഷിക്കുന്നു. മാത്രമല്ല അതിനെ ചില ക്യാപ്ഷനുകൾ കൂടി ഈ മോശമായ രീതിയിൽ, തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഫാത്തിമ തഹ്ലിയ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവർക്കെതിരെ കർശനമായ നടപടി ആവശ്യമല്ലേ? ഏത് രീതിയിലുള്ള ഒരു നിയമ നടപടിയെക്കുറിച്ചാണ് ഫാത്തിമ തഹ്ലിയ ആലോചിക്കുന്നത്? അനീഷ്. ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരമൊരു പ്രവണത കേരളത്തിൽ ഉയർന്നു വരികയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള ഒരു പ്രവണതയാണെങ്കിൽ പോലും കേരളത്തിൽ വളരെ മോശകരമായ രീതിയിലേക്ക് ഇത്തരം ഈ പാപ്പരാസി ജേർണലിസം എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഇത് സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് പേജുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളോ അങ്ങനെയൊക്കെ ഒരു തരത്തിലും ഇതൊരു മാധ്യമം എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. പലപ്പോഴും ആദ്യമൊക്കെ ഈ നടിമാരുടെ ദൃശ്യങ്ങളൊക്കെയാണ്, നേരത്തെ ടോം പറഞ്ഞതുപോലെ ഒരു വെറുതെ വഴിയിൽ കൂടെ നടന്നു പോകുന്നത് കണ്ടാൽ ഈ നടി സ്വന്തം കാല് വെച്ച് നടന്നു പോകുന്നത് കണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അത്തരം പ്രയോഗങ്ങളൊക്കെ ഇട്ടായിരിക്കും പലപ്പോഴും ഈ ഹെഡിങ്ങുകളും തമ്പനെയിലുകളും ഒക്കെ ഉൾപ്പെടുത്തുക. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇതിപ്പോൾ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒപ്പം ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പോലും നീങ്ങിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ വല്ല ചടങ്ങുകളിലൊക്കെ പങ്കെടുത്താൽ പിന്നീട് അവരുടെ ക്ലോസപ്പും വൈഡും ഒക്കെ ഷോട്ടുകളായി പലതരത്തിലുള്ള മ്യൂസിക്കൊക്കെ ചേർത്ത് BGM ഒക്കെ ചേർത്ത് ഇടുന്ന ഒരു സാഹചര്യം. ഈ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ ഒരു അല്പം മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയക്കാരെ അത്തരത്തിലൊരു ഇതുപോലെ തമ്പനയിൽ ഇനമാക്കി മാറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായി ആ പ്രവണതയും ഏറി വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് പേരാമ്പ്ര MLA ആയ ഫാത്തിമ തഹ്ലിയയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അവർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ തലക്കെട്ട് തന്നെ എൻ്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോട് എന്ന പേരിൽ തന്നെയാണ്. അതായത് ഒരു പാപ്പരാസി പ്രവർത്തനം തന്നെയാണ് നടക്കുന്നതെന്ന ഒരു വ്യക്തമായ സൂചന നൽകിയാണ് അവരിത് പറയുന്നത്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ദിവസം നിരവധി പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. പേരാമ്പ്ര പോലെയുള്ള ഒരു ഇടത്തു നിന്നുള്ള ജനപ്രതിനിധിയാണ്. അവിടുത്തെ കട ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ എന്നിങ്ങനെയുള്ള സർക്കാർ പരിപാടികൾക്കപ്പുറം ഒരുപാട് ചടങ്ങുകളിൽ പോകുന്നുണ്ട്. ഒരു യുവ MLA ആണ്, ഓടി നടക്കുന്ന പ്രായമാണ്, മറ്റു മുതിർന്ന ആളുകളെ പോലൊന്നുമല്ല. വളരെ പെട്ടെന്ന് ഒരുപാട് ദൂരങ്ങൾ ഓടിത്തീർക്കുന്ന ഒരാൾ കൂടിയാണ് ഫാത്തിമ തഹ്ലിയ. അതുകൊണ്ട് ഒരുപാട് ചടങ്ങുകളിൽ ഇതിനായി പോകാറുണ്ട്. അവിടെ ഔദ്യോഗികമായും അനൗദ്യോഗികമായൊക്കെ ഒരുപാട് ആളുകൾ ഇവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചിത്രീകരണങ്ങൾ നടക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ചിലപ്പോൾ അവർ ഔദ്യോഗികമായി നടത്തുന്ന പരിപാടികളുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകളുണ്ടാവാം, ചെറിയ ചില പ്രവൃത്തികൾ എന്നിവയൊക്കെ ഉണ്ടാവും. ഇതെല്ലാം മറ്റൊരു രീതിയിൽ തമ്പനയിൽ കൊടുത്ത് വളച്ചൊടിച്ച് ഈ സമൂഹ മാധ്യമങ്ങൾ ഇടുകയും അത് സെൻസേഷണലൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഫാത്തിമ പറയുന്നത്. അതുവഴി വലിയ ഒരു റീച്ചും ക്ലിക്കും ഒക്കെയാണ് ഇത്തരം ഈ പേജുകൾ അല്ലെങ്കിൽ ഈ യൂട്യൂബർമാർ ലക്ഷ്യം വയ്ക്കുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. കാരണം നമുക്ക് ഈ സിനിമാ മേഖലയിലെ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ഈ രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾ പോകുന്ന പ്രവണത ഈ അടുത്ത കാലത്ത്, അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് കൂടുതലായി കണ്ടുവരുന്നത്. അത് ഒരു പരിധിവരെയും ഈ നേതാക്കളൊക്കെ അവർക്ക് വളം വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചാണ്ടി ഉമ്മൻ, ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള നേതാക്കളുടെ കണ്ടന്റുകൾ വ്യാപകമായി വൈറലാകുന്നുണ്ട്. അവരും ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ആസ്വദിച്ചിട്ടും ഉണ്ടാകാം. കാരണം ഇങ്ങനെ വൈറലാകുമ്പോൾ, കാരണം ജനങ്ങളുടെ ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളെ എടുക്കുന്നത്, കുട്ടികളുടെ തോളത്ത് കൈയിടുന്നത്, അവരോടൊപ്പം അവരുടെ സെൽഫി എടുക്കുന്നത്, ഇതൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അത് ചെറിയ റീലുകളാക്കുമ്പോൾ അത് വല്ലാതെ വൈറലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പരിധിവരെയും ഒരു ഘട്ടത്തിലൊക്കെ ഇവരും ആസ്വദിച്ചിട്ടില്ല. അതല്ലേ വസ്തുത? തീർച്ചയായും ടോം, ഈ സിനിമാ മേഖലയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ഇവരുടെ ചിത്രങ്ങൾ, അതും ശരീരഭാഗങ്ങളും കാലിൻ്റെ ഭാഗങ്ങളും ഒക്കെ ചിത്രീകരിച്ചാണ് പലപ്പോഴും ചില പ്രത്യേക പേരുകളുള്ള പേജുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത്. അത്തരം കാര്യങ്ങൾക്കെതിരെ വളരെ കുറച്ച് നടിമാർ അല്ലെങ്കിൽ നടന്മാർ മാത്രമാണ് പ്രതികരിക്കുന്നത്. മറ്റുള്ളവർ പ്രതികരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചാലാണ് നമുക്ക് കണ്ടെത്തുക. പലപ്പോഴും ഈ പല ഇത്തരം ഈ
ഈ പാപ്പരാസി സൈറ്റുകളെയും അല്ലെങ്കിൽ പാപ്പരാസി പേജുകളെയും സ്വന്തം ഓൺലൈൻ പ്രൊമോഷനായി പണം കൊടുത്താണ് പല നടീനടന്മാരും വിനിയോഗിച്ചതെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇടപ്പള്ളി തിയേറ്ററിലെത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിങ്ങിനായി ഒരാൾ പോകുമ്പോൾ, അല്ലെങ്കിൽ എയർപോർട്ടിൽ ഒരാൾ വിമാനം ഇറങ്ങാനോ കയറാനോ പോകുമ്പോൾ എങ്ങനെ ഈ ഓൺലൈൻ ജേർണലിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാപ്പരാസികൾ അറിയുന്നു എന്നതാണ്. വളരെ അത്ഭുതം നടിച്ച് അവരോട് സംസാരിക്കുകയും ആ ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം നടീനടന്മാർ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ എങ്ങനെ ഇവർ പിന്തുടർന്നു പോകുമെന്ന ചോദ്യം ഒരുപാട് നാളുകളായി ഉയരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ ഏജൻസികൾ തന്നെ ഈ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെയാണ് അവർക്ക് വൈറലാകാൻ വേണ്ടി ഇവരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത്തരം പ്രവണതകൾ വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇത് ഈ സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ നടന്ന സംഭവം അത് എത്രത്തോളം ആ കുടുംബത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ വേദനിപ്പിച്ചു വന്നു. പക്ഷെ അതിനുശേഷം നിങ്ങൾ കോഴിക്കോട്ടെ ദൃശ്യ മാധ്യമ പ്രവർത്തകർ കാട്ടിയ ഒരു പുതിയൊരു പ്രവണത അത് മാതൃകാപരമാണ്. എനിക്ക് തോന്നുന്നു അത് കേരളത്തിലെമ്പാടും നടപ്പാക്കേണ്ടതാണ്. കാരണം മാധ്യമങ്ങൾ എന്ന വ്യാജേനയാണ് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ കടന്നുകൂടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ പോലും വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് വാർത്താ സമ്മേളനം. പക്ഷേ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ അത് ദുരുപയോഗം ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇവർക്കെതിരെ ഒരു കടുത്ത നടപടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു നടപടി ആവശ്യമില്ല. അതല്ലെങ്കിൽ ഭാവിയിൽ ഇത് മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു കളങ്കമാകില്ലേ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇതുപോലുള്ള പേക്കൂത്തുകൾ? തീർച്ചയായും അത്തൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി പരിശോധിച്ചാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പല രാഷ്ട്രീയ നേതാക്കളുടെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെയും ഒപ്പം സ്വന്തമായി ക്യാമറമാൻമാരെ അല്ലെങ്കിൽ ഈ മൊബൈലിലൊക്കെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ആളുകളെ ഏർപ്പെടുത്തുകയും അവർ ഓരോ ദിവസവും റീലുകൾ പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം വേണമെങ്കിൽ നമുക്കിപ്പോഴും വിശ്വസിക്കാം. കാരണം ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പോലും പൂക്കിയായി മാറ്റുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് ആര് എന്നതും ആ ചോദ്യം ചോദിച്ച ആളുകളെ പറ്റിയുള്ള ദൃശ്യങ്ങൾ വരികയും അവിടെ തിരയുമ്പോഴാണ് ഔദ്യോഗികമായ ഒരു മാധ്യമത്തിൻ്റെ ആളല്ല, അല്ലെങ്കിൽ PRD അംഗീകരിച്ച ഒരു പത്രസ്ഥാപനമല്ല. ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ ഈ വാർത്താ സമ്മേളനങ്ങളിൽ ഇടം പിടിക്കുന്നു? ഈ ഇത്തരം ആളുകൾ എങ്ങനെ ഈ വലിയ മന്ത്രിമാരുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ ഔദ്യോഗിക പ്രചാരകരായി മാറുന്നു, അല്ലെങ്കിൽ അവരുടെ PR ഏജൻസികളുടെ ആളുകളായി മാറുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമൊക്കെ കൊണ്ടെത്തുന്നത് പലപ്പോഴും ഈ തിരക്ക് പിടിച്ച ഒരു ഇടങ്ങളാണ് നമ്മുടെ ഈ ജോലി ഇടങ്ങൾ. പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ അല്ലെങ്കിൽ പ്രമുഖരായ ഏതെങ്കിലും നേതാക്കളുടെയോ നമ്മൾ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സലീം കുമാറിൻ്റെ വീട്ടിലെ പോലുള്ള ഒരു ദുഃഖകരമായ സംഭവം നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ആ ഒരു ആളുകളുടെ കൂട്ടത്തിലേക്കാണ് ഇവരും ഇടിച്ചു കയറുന്നത്. അവിടെ പിന്നീട് മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ബഹളവും തിക്കും തിരക്കുമൊക്കെയായി മാറുകയും പലപ്പോഴും ഇത് മാധ്യമപ്രവർത്തകരാണ് ചെയ്യുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ചില പ്രൊമോഷനുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ സംബന്ധിയായ പത്രസമ്മേളനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ ഇരിക്കുന്നതിൽ ഏറിയ പങ്കും ഇത്തരം ഈ ഓൺലൈനായി കൈകാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബ് പേജുകളുടെയും ഫേസ്ബുക്ക് പേജുകളുടെയും ആളുകളാണ്. ഇവരൊക്കെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പിന്നീട് ട്രോളുകളായും റീലുകളുമായൊക്കെ വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചോദ്യം ചോദിക്കുന്നവർ എല്ലാ മാധ്യമപ്രവർത്തകരാണെന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് കോഴിക്കോട് ഒരു പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ചുറ്റും ഇടിച്ച് തള്ളി എടുക്കുമ്പോഴാണ് പലപ്പോഴും ഇവരും ഇതിലേക്ക് ഇടിച്ചു കയറുകയും പലരുടെയും മൈക്കൊക്കെ പോലും ഇത് കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത ആളുകളാവും വരുന്നവർ ഈ മന്ത്രിമാരുടെയോ ആയാലും നേതാക്കളുടെയൊക്കെ മുഖത്തേക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ മോശകരമായ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു മാർഗം ആലോചിക്കുകയും കൃത്യമായൊരു അകലം ഈ നേതാക്കളിൽ നിന്നും പാലിക്കുക, വൃത്തിയായി ഒരു തിരക്കുമുണ്ടാക്കാതെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മൈക്കുകൾ ഒരു സ്റ്റാൻഡിൽ ക്രമീകരിക്കുക, ദൂരെ നിന്ന് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുക, വാർത്തകൾ എടുക്കുക. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ കോഴിക്കോട്ട് എത്തിയപ്പോൾ അദ്ദേഹം ഇത്തരത്തിലാണ്. നമുക്കറിയാം, ഒരു നിശ്ചിത അടുപ്പത്തിലേക്ക് പോലും ആളുകളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ മൈക്കുകളൊക്കെ തൊട്ടടുത്ത് കയറി പിടിക്കുന്നൊക്കെ ഒരു അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനൊക്കെ വളരെ കാര്യമായി തന്നെ ഇഷ്ടപ്പെട്ട ആ സംവിധാനത്തെക്കുറിച്ച് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാണ് മടങ്ങുകയും ചെയ്തത്. എല്ലാ സ്ഥലത്തും ഇത്തരം വേണമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് മടങ്ങുകയും ചെയ്തത്. ഇത്തരത്തിലൊരു നിലവാരമാണ് ഇതെല്ലായിടത്തും നടപ്പാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ ഇത് മാധ്യമങ്ങൾക്ക് നാണക്കേടാകും. കാരണം മാധ്യമ പ്രവർത്തകരെന്ന വ്യാജേനയാണ് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ സാധാരണ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മോശം പ്രയോഗത്തോടുകൂടിയുള്ള അല്ലെങ്കിൽ ടൈറ്റിലുകൾ, അശ്ലീല കണ്ടന്റുള്ള ടൈറ്റിലുകൾ ഉൾപ്പെടുത്തി
വീഡിയോകൾ വൈറലാക്കുന്നത്. എന്തായാലും ഫാത്തിമ തെഹ്ലിയ ഈ പ്രവണതയ്ക്കെതിരെ, ഈ പാപ്പനാസി രീതിക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇടവേള. ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യൻ കരസേന കേവലം ഒരു സായുധ സേന മാത്രമല്ല, മറിച്ച് അച്ചടക്കത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പര്യായം കൂടിയാണ്. ഒരു സൈനികന്റെ യൂണിഫോം എന്നത് വെറുമൊരു വസ്ത്രമല്ല, അതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മൂർത്തമായ പ്രതീകമാണ്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 8 പതിറ്റാണ്ടുകളോടടുക്കുമ്പോഴും ഇന്ത്യൻ സൈന്യത്തിന്റെ സിരകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ചില നിഴലുകളും ആചാരങ്ങളും അവശേഷിച്ചിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് തികച്ചും ഭാരതീയമായ ഒരു സ്വത്വത്തിലേക്ക് മാറാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 174 പേജുകളുള്ള ആർമി യൂണിഫോംസ് 2026 എന്ന പുതിയ സമഗ്ര മാർഗരേഖയിലൂടെ സൈന്യത്തിന്റെ വസ്ത്രധാരണത്തിലും വ്യക്തിഗത ചിട്ടകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന രീതികൾ ഉടച്ചു വാർത്തുകൊണ്ട് രാജ്യത്തിന്റെ സമകാലിക മൂല്യങ്ങൾക്കും തദ്ദേശീയ സംസ്കാരത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഈ പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കേവലം ഒരു വസ്ത്രമാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ഒരു സാംസ്കാരിക നവീകരണമാണ്. പുതിയ ഡ്രസ് കോഡ് പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസ്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ചരിത്രത്തിൽ ആദ്യമായി സൈനിക ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ബാൻഡി ജാക്കറ്റ് അഥവാ അടഞ്ഞ കഴുത്തുള്ള കോട്ടുകൾ ധരിക്കാനുള്ള ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. പാശ്ചാത്യ ശൈലിയിലുള്ള സ്യൂട്ടുകൾക്ക് പകരം പൂർണ്ണ കൈയുള്ള ഷർട്ടുകൾക്ക് മുകളിൽ ധരിക്കാൻ കഴിയുന്ന ഈ ജാക്കറ്റുകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ്. കഴുത്തിൽ ഹുക്കുള്ളതോ ഇല്ലാത്തതോ ആയ ശൈലികൾ ഇതിനായി തിരഞ്ഞെടുക്കാം. എന്നാൽ സൈനിക ഗാംഭീര്യത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഇവ കടും നിറങ്ങളല്ലാത്ത വളരെ ലളിതമായ നിറങ്ങളിൽ ഉള്ളതായിരിക്കണം എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇതിനോടൊപ്പം അനുയോജ്യമായ ഫോർമൽ ട്രൗസറുകളും ഷൂസുകളും ധരിക്കണം. അതോടൊപ്പം സൈന്യത്തിന്റെ ശൈത്യകാല വസ്ത്രങ്ങൾ സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ നിറവ്യത്യാസം, എന്തോ ദ്രാവകം ഒഴിച്ചതെന്നാണ് സംശയം. തിരുവാഭരണ കമ്മീഷണർ അടക്കം പരിശോധന നടത്തി. നെയ്യാണ് ഒഴിച്ചതെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ടോം, കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരമൊരു കാര്യം ദൃശ്യമായത്. ഈ ശബരിമല ശ്രീകോവിലിന്റെ മുഴുവനും സ്വർണം പൂശിയ ഭാഗമാണ്. അതിന്റെ വലത് സൈഡിന്റെ ഭാഗത്താണ് ഈ ഏതോ ദ്രാവകം ഒഴിച്ച പോലൊരു പാട് രൂപപ്പെട്ടത്. അത് ഭക്തരുടെ ശ്രദ്ധയപ്പെടുകയും പിന്നീട് ദേവസ്വം കമ്മീഷൻ അടക്കം ഉള്ള ആളുകൾ വന്ന് സ്ഥലത്ത് വന്ന് നോക്കുകയും പരിശോധിക്കുകയും ചെയ്തു. എന്തായാലും ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ പറയുന്നത് സാധാരണ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് നെയ്യൊക്കെ ഈ മുകളിലേക്ക് ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ച കൂട്ടത്തിൽ വന്ന ഈ നെയ്ക്കകത്ത് പൊടിപടലങ്ങളൊക്കെ പറ്റി വന്നൊരു പാടായിരിക്കാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഇതെന്താണെന്നുള്ള കാര്യം കൃത്യമായി പരിശോധന നടത്തി കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി എന്താണ് നിറവ്യത്യാസം വന്നതെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഇനിയും നടക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഇത് ഒരു ആശങ്ക ഉണ്ടായി. കാരണം ശ്രീകോവിലിന്റെ മുകൾ ഭാഗം മുഴുവനും സ്വർണം പൊതിഞ്ഞ ഭാഗമാണ്. അതിലൊരു സൈഡ് വലതുവശത്തെ ഒരു ഭാഗത്താണ് ഇത് ദൃശ്യമായത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ നെയ്യ് ഒഴിച്ചാണെന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് അല്ല മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് SIT സംഘം സന്നിധാനത്തെത്തുകയും അവിടെ വിശദമായ ഒരു പരിശോധന നടത്തുകയും ചെയ്തു. കട്ടളപ്പാളിയും ഒപ്പം പ്രഭാമണ്ഡലവും പരിശോധിച്ചു. ആ കട്ടളപ്പാളിന്റെ കീഴിലുള്ള സ്വർണ്ണത്തിന്റെ തൂക്കവും ഒപ്പം പ്രഭാമണ്ഡലവും അയച്ച് സ്വർണ്ണത്തിന്റെ തൂക്കം പരിശോധിക്കേണ്ട പ്രവർത്തനങ്ങളൊക്കെ പരിശോധനയൊക്കെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം ഒരു ദൃശ്യം കൂടി വന്നപ്പോൾ ആശങ്ക ഉണ്ടായി. ഇത് ഇനി ഒരു പക്ഷേ എന്തെങ്കിലും കാര്യമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ നിഗമനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം ഈ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആളുകളുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പരിശോധന ആവശ്യമാണ്. അതിന് എന്തായാലും ഇത് നെയ്യല്ല മറ്റെന്തെങ്കിലും കാരണമാണോ ഈ നിറം മങ്ങാനുള്ള കാരണം, അതോ ഇനി അവിടെ എന്തെങ്കിലും രാസ വസ്തുക്കൾ വീണ വല്ലതും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാണോ എന്നുള്ള കാര്യം കൂടി നോക്കിയെങ്കിലേ ഇത് കൃത്യമായി എങ്ങനെയാണ് നിറവ്യത്യാസം വന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയുള്ളൂ. അത് ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ
ഈ ഇത് എന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? ഇന്നലെയാണ് ടോമ ഇത്ര ദൃശ്യമായത്. ഇന്നലെയാണ് ഇത്ര ഒരു സംഭവം തീർത്ഥാടകരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്. പിന്നീട് ദേവസ്വം ബോർഡ് ജീവനക്കാരും ദേവസ്വം കമ്മീഷണറൊക്കെ സ്ഥലത്തെത്തി ഇത് പരിശോധിക്കുകയും ചെയ്ത് ഒന്ന് വിലയിരുത്തുകയും ചെയ്തു. പക്ഷെ മറ്റ് ഇത് കൃത്യമായ ഒരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതാണ് ഒരു ഉള്ളത്. എന്തായാലും നെയ്യങ്ങാണം ഒഴിച്ചിട്ട് അതിൽ ഇപ്പൊ പൊടിപടലങ്ങൾ പറ്റിയ ഒരു പാടായിരിക്കാം ഈ ഒരു നിറവ്യത്യാസം ഉണ്ടായെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതിലൊരു കൃത്യമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുള്ളൂ. അത്തരത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷനും ഉള്ളത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇത് വിശദമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധന, ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് വിശ്വാസികളുടെ ഇടയിൽ, ഭക്തരുടെ ഇടയിൽ വലിയ വിഷമമുണ്ടാക്കിയതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ ഒരു ക്രമക്കേട് എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം വേണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.